ഹേ ഗൈസ്, നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വേറൊരാളുടെ ഹാപ്പിനെസ്സിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ മറന്നു വരാറുണ്ട്. പക്ഷേ എനിവേയ്സ്, ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ട്രീറ്റ് അവർ സെൽഫ്. അങ്ങനെ ഞാൻ ഇന്ന് ഓട്ടോയിൽ കയറി ഒരു സ്ഥലത്തെത്തി. അതാണ് ഹിൽ പാലസ്. അങ്ങനെ ഞാൻ ടിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഈ ക്യാഷ് ഓൺലി എന്നുള്ള ബോർഡ് കാണുന്നത്. കാരണം എൻ്റെ കയ്യിൽ ജിപേയിലായിരുന്നു പൈസ, അങ്ങനെ എന്തൊക്കെയോ ചെയ്ത് ക്യാഷാക്കി ഇതിൻ്റെ മുമ്പിൽ വന്ന് നിന്നപ്പോൾ ഐ ലിറ്ററലി ഫെൽറ്റ് ലൈക്ക് എ മൂവി സീൻ. പക്ഷെ അവിടെ പോകുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണം. അങ്ങനെ ഞാൻ അവിടെ എത്തി. ആൻഡ് ഗായ്സ്, ലുക്ക് അറ്റ് ദിസ് പ്ലേസ്. എനിക്കിവിടെ വന്നിട്ട് ഇവിടുന്ന് പോകാനേ തോന്നിയില്ല. പക്ഷേ എനിവേയ്സ് അവിടെ നിന്ന് പോകണം, കാരണം വേറെ കുറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ആൻഡ് ഞാൻ കുറച്ച് ലേറ്റുമായിരുന്നു. അതിൻ്റെ അടുത്ത് ഒരു റൂം പോലൊരു സ്ഥലം കണ്ടു. അപ്പോൾ ഞാൻ അവിടെ പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോന്നു. ആൻഡ് അവിടെയുള്ള സ്ഥലമൊക്കെ കണ്ടപ്പോൾ ഈ വഴി കൂടെ എനിക്ക് പോകാൻ തോന്നി. അങ്ങനെ ഞാൻ പോയപ്പോഴാണെങ്കിൽ ഇറ്റ് ഈസ് പ്രോഹിബിറ്റഡ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന സ്ഥലമൊക്കെ പ്രോഹിബിറ്റഡ് ആണ്. ഷിറ്റ്, ഇത്രയും നല്ല വഴി ഉണ്ടായിട്ട് എനിക്ക് ഈ വഴി കൂടെ തന്നെ പോകണമായിരുന്നു. അങ്ങനെ ഞാൻ എന്തിനാണ് പോയെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഞാൻ ആ വഴി കൂടെ പോയി. പക്ഷെ അവിടെ ഒന്നും ഇല്ല, ജസ്റ്റ് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ തിരിച്ചു പോന്നു. അങ്ങനെ ഈ സ്ഥലമാണെങ്കിൽ എന്തോ ഒരു ഗോസ്റ്റി വൈബ്, പക്ഷെ അതിനേക്കാളും സ്കെയറി ആയിട്ടുള്ള എന്തോ സംഭവം അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പായി. അങ്ങനെ വേറെ സ്ഥലത്ത് പോകാമെന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഇതിലേക്കൂടി പോകാൻ തോന്നി. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എൻ്റെ കയ്യിൽ കുട ഉണ്ടായിരുന്ന കാര്യം ഞാൻ മറന്നുപോയി. എന്നിട്ട് അവിടെ എന്തൊക്കെയോ സംഭവിച്ചു. കിട്ടിയപ്പോൾ ഞാൻ പഠിച്ചു. എന്നിട്ട് ഞാൻ തിരിച്ച് വേറെ എങ്ങോട്ടോ പോയി. അവിടെ ആണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. എന്നിട്ട് ഞാൻ എവിടെയോ ഒരു സ്ഥലത്ത് വന്നു. ഇവിടെ എല്ലാ സ്ഥലവും ഒരുപോലെ ഇരിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുന്നില്ല. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, അവിടെയുള്ള എല്ലാ സ്ഥലത്തിലുള്ള വ്യൂ ഇസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ മൂവിയൊക്കെ ഓർമ്മ വന്നു. എന്നിട്ട് ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണെങ്കിൽ രാജാവ് വരുമ്പോൾ പോലും ഉണ്ടാവില്ല ഇത്ര അനൗൺസ്മെൻറ്റ്. അത്ര സൗണ്ടായിരുന്നു എൻ്റെ ഹീൽസ് തന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി. ഇതാണ് ഹെറിറ്റേജ് മ്യൂസിയം. പക്ഷേ ദേ സെഡ് വീഡിയോ ഇസ് നോട്ട് അലൗഡ്. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി. അപ്പോൾ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ലിറ്ററലി ഫീൽ സോ ഹാപ്പി. കാരണം ഞാൻ കുറേ എൻജോയ് ചെയ്തു ഈ ഒരു മ്യൂസിയം. അങ്ങനെ ഈ ഒരു വ്യൂ ആണെങ്കിൽ ഓ മൈ ഗോഡ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. പിന്നെ മഴയും കൂടെ ആയാൽ പിന്നെ പറയേണ്ടതില്ല. ചിലപ്പോൾ ഇവിടേക്കായിരിക്കും പഴയ കാലത്തെ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സ്ഥലം. ഞാൻ ആ സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങി വന്നപ്പോൾ കണ്ട വ്യൂ ആണിത്. അവിടെ ആണെങ്കിൽ ആരുമില്ല. അങ്ങനെ ലാസ്റ്റ് ഞാൻ ഹിൽ പാലസിലേക്ക് ബൈ പറഞ്ഞ് ഒരു ഓട്ടോയിൽ കയറി വേറെ സ്ഥലത്തേക്ക് പോയി. എന്നിട്ട് ഞാൻ അവിടെ പോയി ഫുഡ് കഴിച്ചു. എനിക്ക് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ നോക്കി, പക്ഷെ ഒന്നും നടന്നില്ല. ആൻഡ് ദെൻ എനിക്കെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ ഐ ലിറ്ററലി ഫീൽ സോ ഹാപ്പി. എനിക്ക് തന്നെ എൻ്റെ അടുത്ത് എന്തോ ഒരു റെസ്പെക്റ്റൊക്കെ തോന്നുന്നു. എൻ്റെ അവിടെ നിന്നുള്ള വ്യൂ ആണിത്. എന്താ അടിപൊളിയാണല്ലേ. അങ്ങനെ ഞാൻ തിരിച്ചു പോയപ്പോഴാണ് എൻ്റെ ഒരു ജൂനിയറിനെ കണ്ടത്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ബൈ പറഞ്ഞ് ഈ വീഡിയോ ഉണ്ട്. കാരണം ഇനി വീഡിയോ എടുക്കാനുള്ള സ്പേസ് എൻ്റെ ഫോണിലല്ല. അപ്പോൾ ബൈ.